പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. അതേപോലെ ഒരു കോൺഫ്ലിക്റ്റാണ് ജമാഅത്ത് കമ്മ്യൂണിസ്റ്റ് കോൺഫ്ലിക്റ്റ്. ഏത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എന്തെങ്കിലും പറയാതെ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ്. അവർ വിചാരിക്കുന്നത് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കേരളീയ പൊതുമണ്ഡലമുണ്ട്. ആ പൊതുമണ്ഡലത്തെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെയും അല്ലെങ്കിൽ പരോക്ഷമായി ഇസ്ലാമിനെയും കുറച്ച് തെറി വിളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നവർ വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇന്നലെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലും ജമാഅത്തെ ഇസ്ലാമിയെ അതിനിടയ്ക്ക് വലിച്ചഴക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ കംപ്ലീറ്റ് അട്ടിപ്പേറാവകാശം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏൽപ്പിക്കണമെന്നതാണ് അവരുടെ ആഗ്രഹം. അതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തത്. അതിന് കണക്കിന് മറുപടി ടി മുഹമ്മദ് വേളം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അതുമായി ബന്ധപ്പെട്ട് ചിലത് പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ വിഷയമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അബദ്ധങ്ങൾ പറഞ്ഞ് ശ്രദ്ധ നേടുക എന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മൾ മുഹമ്മദ് അലി ക്ലേ മരണപ്പെട്ട സന്ദർഭത്തിൽ ജയരാജൻ കേരളത്തിന്റെ യശസ് അമേരിക്ക വരെ ഉയർത്തിയതാണ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ജെയ്സി തോമസ് ഒരിക്കൽ ഒരു ചർച്ചയ്ക്കിടയിൽ കേരളത്തിൽ കിട്ടുന്ന ഖുർആാനൊക്കെ അറബി മലയാളത്തിലുള്ള ഖുർആൻ ആയതുകൊണ്ട് കെ.ടി. ജലീൽ ഖുർആൻ കടത്തിയതാണ് എന്ന് ചാനലിൽ വന്നിരുന്നു കൊണ്ട് വളരെ പരസ്യമായി പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. മെസ്സിയെ മേഴ്സി എന്ന് ജയരാജൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ബാങ്ക് കൊടുക്കുന്നില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ വിദണ്ഡവാദം മുഴക്കി വിടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന രൂപത്തിൽ വിളിച്ചു പറയുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്കാണ് കെ അനിൽകുമാർ ഇപ്പോൾ കടന്നു വരുന്നത്. നമുക്കറിയാത്തൊരു കാര്യം അത് ആരൊക്കെയോ എഴുതി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് യാതൊരു പഠനം നടത്തിയിട്ടില്ലാതെ ആ എഴുതി കൊടുത്തത് തന്നെ വായിക്കുന്നതിനാണ് നമ്മൾ സാധാരണ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയാറുള്ളത്. എന്നാൽ ഇത് തത്തമ്മേ പൂച്ച പൂച്ചയും അല്ല, തത്തമ്മേ കാക്ക കാക്ക എന്നായിപ്പോയി. അനിൽകുമാറിന് ആരോ എഴുതി കൊടുത്തത് മുനീർ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് നാസർ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ്. എൻ്റെ പേരാണ് അതിൽ അദ്ദേഹം വലിച്ചഴിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയാൻ പോകുന്ന വിഷയം എന്താണ് എന്നതിനെ തെളിയിക്കാൻ ആധികാരികമായ ഒരു റിപ്പോർട്ടാണല്ലോ പറയേണ്ടത്. അത് പറയുന്നത് തന്നെ അബദ്ധമാണെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് മുഴുവൻ അബദ്ധമായിരിക്കും എന്നൊരാൾക്ക് വിചാരിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ചർച്ചയ്ക്കിടയിൽ ടി മുഹമ്മദ് വേളം അത് മുനീർ കമ്മീഷൻ എന്ന് അദ്ദേഹത്തെ തിരുത്തുന്നൊന്നുമില്ല, അത് പറയുമ്പോൾ മുനീർ കമ്മീഷൻ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതുപോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന് അപ്പോഴും നാസർ കമ്മീഷൻ റിപ്പോർട്ടാണ്, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചർച്ച നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഇവിടെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ജമാഅത്തെ ഇസ്ലാമി ഇക്കാര്യത്തിൽ സംസാരിക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞ നിഷാദ് റാവുത്തർ പറഞ്ഞ വിഷയം വരിക. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത് പറയാനുള്ള അവകാശം എന്താണ്? ഞാൻ 1953 പഞ്ചാബ് പ്രവിശ്യയിൽ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന അഹമ്മദിയ വിഭാഗക്കാരെ വംശഹത്യ നടത്തിയതിനെതിരായി നടന്ന ആ കൊലപാതക പരമ്പരകളിൽ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. നസർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം നോക്കുകയായിരുന്നു. അതിൽ ബഹുമാനായ ശ്രീ മദൂദി പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ, നിങ്ങൾ ന്യൂനപക്ഷക്കാരെ പാകിസ്ഥാനിൽ ഇത്ര മ്ലേച്ഛമായി വംശഹത്യ നടത്തുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അനുഭവം നിങ്ങൾ എന്തായിരിക്കും? ഈ മുസ്ലിങ്ങളോട് ഇവിടുത്തെ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ എന്ത് പറയും? എന്തായാലും പറയുന്നതെന്നറിയാം ഉത്തരം. മ്ലേച്ഛന്മാരെയും അതുപോലെ തന്നെ ജാതിയിൽ താഴ്ന്നവരായി എന്ന് കരുതപ്പെട്ടിരുന്ന ചാതുർവർണ്ണത്തിൽപ്പെട്ട ശൂദ്രന്മാരോടും എങ്ങനെയാണോ ഹിന്ദുമതം പെരുമാറുന്നത് അതുപോലെ പെരുമാറുന്നതിന്, മുസ്ലിങ്ങളോട് പെരുമാറുന്നതിന് എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് മൊഴി കൊടുത്തയാളാണ് മദൂദി. അപ്പോൾ RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരു നാണയത്തിൻ്റെ മറുപുറമാണ്.
ഈ രണ്ടു കൂട്ടർ ഈ വിഷയത്തിൽ നിന്ന് വിടണം. മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യട്ടെ. അപ്പോ അദ്ദേഹം പറയുന്നത് മദൂദി എന്നാണ് പറയുന്നത്. മൗദൂദി എന്ന് കൃത്യമായി പറയാൻ അറിയാത്തതുകൊണ്ടല്ല. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരും അല്ലാത്തവരും അദ്ദേഹത്തെ മൗദൂദി എന്ന് തന്നെയാണ് പരിചയപ്പെടുത്താറുള്ളത്. പക്ഷെ ഇദ്ദേഹത്തിന് അത് മദൂദിയാണ്. അത് സാജൻ സക്കറിയാണ് സാധാരണ മദൂദി എന്ന് പറയാറുള്ളത്. അത് ചിലതിനെ വികലമാക്കി പറഞ്ഞ് അതിനെ മോശമാക്കി കാണിക്കുക എന്നുണ്ടല്ലോ. അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷനിൽ പറയാതിരിക്കുക അതൊരാളുടെ ഗുണമല്ല. യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു സംഗതി ശരിക്ക് പറയാൻ അറിയില്ല എന്നത് അദ്ദേഹത്തിന്റെ ഗുണമായിട്ടല്ലല്ലോ കാണേണ്ടത്, അതൊരു മോശമായി കാണണ്ടല്ലേ. എന്തായാലും അതുപോലെയാണ് നമ്മുടെ അനിൽകുമാറും പറയുന്നത്. എന്നിട്ട് മദൂദി ഇങ്ങനെ പറഞ്ഞു എന്നാണ്, ഈ മ്ലേച്ഛന്മാരെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യുന്നതിന് എനിക്ക് സമ്മതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദം ഈ 1953 സംഭവം ഉണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ്. അന്നു മുതൽ അതിനുള്ള വിശദീകരണങ്ങൾ പലപ്പോഴായി ജമാഅത്ത് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഇനിയും ഇവരിത് ആവർത്തിക്കും. ഇപ്പോ ടി മുഹമ്മദ് വേളം അതിന് മറുപടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നേരത്തെ ഇവിടെ അനിൽകുമാർ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പാകിസ്ഥാനിലെ ഖാദിയാനി വിരുദ്ധ കലാപത്തെ കുറിച്ച് അദ്ദേഹത്തോട് പരാമർശിക്കുകയുണ്ടായി, മുനീർ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഉദ്ധരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു കളവ് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് സത്യമാവുകയില്ല എന്ന് അനിൽകുമാറും അദ്ദേഹത്തെ പോലുള്ളവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. മുനീർ കമ്മീഷൻ റിപ്പോർട്ടിൽ മൗദൂദിയുടേതായുള്ള ഉദ്ധരണിയെ കുറിച്ച് ആ മനുഷ്യൻ, നിങ്ങൾ ആർക്കെതിരെയാണോ ഈ അലിഗേഷൻ നടത്തുന്നത്, ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? മുനീർ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്, വളരെ മൗദൂദിയോട് അങ്ങേയറ്റത്തെ വിരോധമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അതിനെക്കുറിച്ച് അബുല്ലാല മൗദൂദി പറഞ്ഞ കാര്യം, മുനീർ സാഹിബ് എന്റെ വാചകങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എന്റെ വായിൽ തിരുകി വെച്ചതാണ്. ഇത് വളരെ മൗദൂദി ആര് പഠിച്ചു നോക്കിയാലും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ കോട്ടാണ്. രണ്ട്, ഇങ്ങനെ ഒരു കാര്യം മൗദൂദി പറയുകയില്ല എന്ന് മൗദൂദി പുസ്തകങ്ങളോ പ്രഭാഷണങ്ങളോ വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതല്ല അദ്ദേഹത്തിന്റെ ഒരു ആശയം. അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് യോജിപ്പുകളും വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതല്ല, ഈ പറയുന്നതല്ല അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത് ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആ ആശയത്തിന്റെ ഒരു ക്രോമസോം, അതിന്റെ ഒരു DNA എന്ന് പറയുന്നത് ഇതല്ല എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഖാദിയാനി പ്രശ്നത്തിൽ അബുല്ലാല മൗദൂദി എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഖാദിയാനികൾ മുസ്ലിങ്ങളല്ല. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ദൈവം ഏകനാണെന്നും മുഹമ്മദ് ദൈവത്തിന്റെ അവസാനത്തെ ദൂതനാണ് എന്നതുമാണ്. മുഹമ്മദ് ദൈവത്തിന്റെ അവസാനത്തെ ദൂതനാണെന്ന് അംഗീകരിക്കാത്ത 20-ാം നൂറ്റാണ്ടിൽ പാകിസ്ഥാൻ അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബിൽ ജീവിച്ചിരുന്ന മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നബിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സെക്റ്റാണ് ഖാദിയാനികൾ എന്ന് പറയുന്നത്. മൗദൂദി അവരെ ആക്രമിക്കണമെന്ന് പറഞ്ഞ് ആരെയും ആക്രമിക്കരുത് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്ന് മാത്രമല്ല, ഈ വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ ഇത് ഉന്നയിക്കുമ്പോൾ അബുല്ലാല മൗദൂദി പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. എന്താണ് ഖാദിയാനികളുടെ വിഷയത്തിൽ അബുല്ലാല മൗദൂദി പറഞ്ഞത്? അവരെ മൈനോരിറ്റി ആയിട്ട്, പാകിസ്ഥാനിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധരെയും ജൈനരെയും ഒക്കെ പോലുള്ള ഒരു മൈനോരിറ്റി വിഭാഗമായിട്ട് അംഗീകരിക്കുകയും അവർക്ക് മൈനോരിറ്റി എന്ന നിലക്കുള്ള എല്ലാ പരിരക്ഷയും നൽകണം, അവർക്ക് റിസർവേഷൻ നൽകണം എന്നാണ് അബുല്ലാല മൗദൂദി പറഞ്ഞത്. അവിടെ കലാപം നടന്നിട്ടുണ്ട്, ശരിയാണ്. ആ കലാപത്തിന് മൗദൂദി കാരണം ഉത്തരവാദിയല്ല. ആ കലാപം നടത്തിയവർ വേറെ പല ആളുകളുമാണ് എന്നല്ല. എന്താണ് ആ വിഷയത്തിൽ മൗദൂദി ശ്രമിച്ചിട്ടുള്ളത്? അവരുമായിട്ടുള്ള ഡിബേറ്റിനാണ്. ഇത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചപ്പോൾ നിരോധിക്കരുത് എന്നതായിരുന്നു മൗദൂദിയുടെ നിലപാട്. നിങ്ങൾ അന്ന് ഗവൺമെന്റിനോട് മൗദൂദി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിരോധിക്കുന്നത്? അവർ ഭയങ്കര ഇസ്ലാം വിരുദ്ധരാണ്, അവരെ വിട്ടേക്കൂ, അവരുമായിട്ട് ഞങ്ങൾ സംവാദത്തിന്, ഞങ്ങൾ അവരെ തെരുവിലും ഞങ്ങൾ അവരെ സ്റ്റേജിലും പേജിലും നേരിട്ട് കൊള്ളാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ഇനി മറ്റൊരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ടും വേറെ ഏതെങ്കിലും ഒരാൾ ഇതേ സംഗതി തന്നെയായിരിക്കും പറയുക. അതായത് ഒരാളുടെ പേരിൽ ഒരു ഇല്ലാത്തത് ഉണ്ടാക്കുക, എന്നിട്ട് അതിങ്ങനെ നിരന്തരമായി പറഞ്ഞ് പ്രചരിപ്പിക്കുക, അതുവഴി ഒരു തരം ആത്മരതി അനുഭവിക്കുക. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ്. പിന്നെ വഖഫ് സംരക്ഷണത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി മുന്നിട്ടിറങ്ങാതെ അത് അനിൽകുമാറിന്റെ പാർട്ടിയെ ഏൽപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഏൽപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്നുകൂടി ടി മുഹമ്മദ് വേളം പറയുന്നുണ്ട്. അതും നമുക്കൊന്ന് കേൾക്കാം. പാർട്ടി പ്രതിനിധിയോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സോവിയറ്റ് റഷ്യയിലെ മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളുണ്ട്,
ഇന്നും ആ റിപ്പബ്ലിക്കുകളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ പോലുള്ള അവിടങ്ങളിലെ മുസ്ലിം സമൂഹത്തിന്റെ ഇവിടുത്തെ വഖഫ് സ്വത്തുകൾ, ഇവിടുത്തെ വഖഫ് സ്വത്തുകൾ പോലെ തന്നെയുള്ള അതെല്ലാം നശിപ്പിച്ചത് ആരാണ്? അതെല്ലാം കയ്യേറ്റം ചെയ്ത് അവിടെ പള്ളികളിൽ അനുവദിക്കാതെ, സ്വകാര്യ ജീവിതത്തിൽ പോലും മതം പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ ഈ വഖഫ് സ്വത്തുക്കളും മതസ്വത്തുക്കളും എല്ലാം കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭൂമികയിൽ നിന്നിട്ടാണ് അനിൽകുമാർ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, പല്ലും നഖവും കൊഴിഞ്ഞുപോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ദ്രഷ്ടകളും തേറ്റകളും ഇന്ത്യയിൽ പുറത്തെടുത്തിട്ട് മുസ്ലിം സമൂഹത്തെ വിഴുങ്ങിക്കളയും എന്ന ആശങ്ക ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിം വിരുദ്ധ പദ്ധതികൾക്കെതിരെയും അവയ്ക്കെതിരെ നടക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും അതിന്റെ മുന്നണിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകും, ഇതര മുസ്ലിം സംഘടനകളും ഉണ്ടാകും. അത് അവരുടെ അസ്തിത്വത്തിന്റെ പ്രശ്നമാണ്. അത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് അവരുടെ വല്യമ്മാമൻ ചമയാനുള്ള ഒരു വിഭാഗം ആളുകളുടെ അത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹം ഇവിടെ നടപ്പിലാകാൻ പോകുന്നില്ല എന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഇവിഷയകമായി പറയാനുള്ളൂ. ഇനിയും മുസ്ലിം വിരുദ്ധമായ ഒരുപാട് സംഗതികൾ വരും. അതിനെതിരെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകും, അതിനെതിരെ പടപ്പുറപ്പാടുകൾ ഉണ്ടാകും. അവയുടെ എല്ലാം മുന്നിൽ മുസ്ലിം സംഘടനകളിലെ എല്ലാ വിഭാഗം ആളുകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോഴൊന്നും ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, ഞങ്ങൾ മതേതരത്തിന്റെ ആളുകളാണല്ലോ, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് കുരുപൊട്ടിയിട്ട് യാതൊരു കാര്യവും ഉണ്ടായിരിക്കില്ല. നിങ്ങളെയും ടി മുഹമ്മദ് വേളം പറഞ്ഞതുപോലെ തന്നെ സമരത്തിൽ നിങ്ങളെയും കൂട്ടാം. അതിനുള്ള കാരണം നിങ്ങൾ നംഷ്ട്രയും തേറ്റയും നശിച്ചുപോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായതുകൊണ്ട് മാത്രം. അതല്ലെങ്കിൽ നിങ്ങളെ അത് ഏൽപ്പിച്ചാൽ നിങ്ങൾ ഞങ്ങളെ കൂടി വിഴുങ്ങിയേ അത് അവസാനിപ്പിക്കൂ എന്നതിനെ കുറിച്ചുള്ള ശരിയായ ബോധം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൃത്യമായി ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.